ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, വെൽക്കം ടു അൽ ഷസാം. ആൻഡ് ഞാൻ ഇന്നുള്ളത് ഓണറിൻ്റെ നമ്മുടെ 200 പ്രോയും സാധാ 200 റിലീസ് ചെയ്യാൻ പോണ ദിവസമാണ് നാളെ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫോൺ കാണാനായിട്ടുള്ള ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എമിറേറ്റ്സ് ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷേഖ് മുഹമ്മദിൻ്റെയൊക്കെ ഓഫീസ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോബിയിൽ വന്ന് നോക്കണം അളിയാ, വേറെ ലെവൽ ഒരു സാധനം ഞാൻ കണ്ടേ. ഒരു ലംബോർഗിനിയുടെ കരടിക്ക് വെറും 2200 ദിർഹം. അയച്ചു കണ്ട ഈ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി സാധനങ്ങൾ. കരടിക്കരയൊക്കെ വില എന്നാണ് 2000, 3000, 5000. ഫെറാറിയുടെ കരടി എന്താ ഇങ്ങനത്തെ കരടികൾ, ഫ്രെയിമുകൾ നമ്മുടെ കിങ് ആകുന്നുണ്ട് കേട്ടോ. കൊള്ളാം, നൈസ്, വെരി നൈസ്. വേണ്ടവർക്ക് വരാം. നിങ്ങൾ ഫ്രണ്ട്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഫീബി ബൂഫെ ചെയ്തുകൊണ്ടിരുന്ന പെയിൻറ്റിങ് ഒക്കെ ഇപ്പോൾ വലിയ വിലയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ. അന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ച ഫീബിയെ നമ്മൾ ചിരിച്ച് പുച്ഛിച്ചായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കണ്ടാടേ അതിൻ്റെ വില, ഇതൊക്കെ വില കേട്ടാൽ കണ്ണടിച്ചു. അങ്ങനെ നമ്മുടെ അനസ് ബ്രോ വന്നിരിക്കുകയാണ് ഫ്രം വണ്ണൻറ്റുള്ളി അൽത്തമാം. അതേപോലെ ഷാഫിദ് ഉണ്ട് അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, എന്നെ ഒപ്പി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ആംബിയൻസ് എടുക്കാൻ പറഞ്ഞാൽ എന്നെ എടുക്കാനല്ല പറഞ്ഞു. അപ്പോൾ നമ്മളാണ് ഓണറിൻ്റെ അകത്തോട്ട് ചാടി കയറാൻ പോകണം. ഗൈസ്, ഞാൻ ഇനി തൊട്ട് എല്ലാ ഇവൻറ്റും വന്ന് പങ്കെടുക്കും. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഇനി എല്ലാ ഇവൻറ്റും, ദുബായിലുള്ള ഏത് ഫോണ്ട് ഇവൻറ്റിലും ഞാൻ ഉണ്ടാവും. ഒരു രക്ഷയില്ലടേ. മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗൈസ്, ഓണറിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ ഓണറിൻ്റെ ഒരു പാസ്പോർട്ട് AI പവേർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫീച്ചേഴ്സൊക്കെ ആണ് കേട്ടോ. അതുകൊള്ളാടാ, ഫീച്ചേഴ്സിൻ്റെ സാധനമാണ്. പിന്നെ അവരെ ഒരു വാച്ചും ടിക്കറ്റ് അകത്തുണ്ട് കേട്ടോ. ഇത്രയും സാധനം കിട്ടി. പരിപാടിക്ക് വരുന്ന എല്ലാവരുടെയും ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് വിടത്തുള്ളൂ കേട്ടോ. ഈ സൈഡിലോട്ട് ഇല്ലേ, ഒന്ന് ഫോട്ടോ എടുക്കാൻ ഇരിക്കുകയാണ്. അതെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, നല്ല വാക്ക് വരെ അവൻ കണ്ട ബിസി ആയിട്ട് വീഡിയോ എടുത്തോണ്ട് നടക്കണ ഒരുത്തനെ കണ്ട. നിന്നെ കിട്ടിയടാ. അപ്പം ഇന്ന് ഈ ഫോണിൻ്റെ പ്രത്യേകത ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കാമെന്നാണ്. നമ്മുടെ ഓണർ 200 Pro വെച്ചിട്ട് ഈ ലെവൽ ഓഫ് ഈ ടോൺ വെച്ചിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല എന്നൊരു ഈ ഒരു സ്റ്റുഡിയോ ഉണ്ടെന്ന്. ഈ മേളത്തിൽ നിന്നൊക്കെ അത് വ്യക്തമെന്തോ. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ എടുക്കണേ കേട്ടോ. ഈ സെലിബ്രിറ്റീസിനെയൊക്കെയാണ് ഈ ഹാർഡ് കോട്ട് പാരിസ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ഇതുപോലത്തെ ഹെഡ് ഷോട്ട്സ് എടുക്കും. ഇതിൻ്റെ ഒരു കൊളാബാണ് ഈ പ്രാവശ്യം ഓണറിലുള്ളത്. ഗൈസ്, ജനസമുദ്രം ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇതിൻ്റെ അകത്താണ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ഇവ എല്ലാം എപ്പോഴും എടുക്കുകയാണ് കേട്ടോ, ഒരു കാര്യമില്ല. അതായത് ഇവിടെ എല്ലാവരും ആൾക്കാർ ബർഗറൊക്കെ തിന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണെങ്കിലും എന്താണ് ഓണർ 200 Proയിൽ വന്ന് കാണാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോഴും നോക്കാം. ആക്ച്വലി ഫോൺ അവിടെ ഇരിക്കൊണ്ടിരിക്കും. എനിക്ക് നാടൊക്കെയായി കേട്ടോ. അവസാനം കാണിച്ചു തരാം. പിന്നെ ഞാൻ ആദ്യം പരിപാടി എന്നെ 2 വയസ്സാക്കിയിട്ടുണ്ട്. ഇഷ്ടം വെള്ളം പറഞ്ഞു. അപ്പം ഞാൻ നല്ല ഹൈ ലെവലിൽ നോയിസ് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ട്. ഗൈസ്, ആക്ച്വലി ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും അകത്ത് ഇവന്റ് ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരാം. അതൊക്കെ വേണം. ആ ചേട്ടൻ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നു. ഈ ചേച്ചി മറ്റേ ആ മോഡൽസ് ഫോട്ടോ എടുത്തു. കൊള്ളാം കേട്ടോ, അതിൻ്റെ എഫക്ട്സ് ഉള്ള അവർ ചെറുതായിട്ടൊന്ന് എക്സ്പോഷർ കുറച്ച് ജസ്റ്റ് ഒരു ക്ലിക്ക് പിന്നെ അത് പ്രോസസ്സ് ചെയ്തോളാം. AI പ്രോസസ്സ് ചെയ്തിട്ട് നല്ല ജിമിട്ട് സാധനത്തേക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഇത് ഈ പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ എക്സ്പോഷർ എപ്പോഴും പുറകെ ഇങ്ങോട്ടേക്ക് ചെയ്യണം സിനാറിയോ അനുസരിച്ച്. ഈ ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കൊള്ളാം ഗൈസ്, ഞാനും ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. കിടിലൻ ചെയർ, കിടിലൻ സെറ്റപ്പ്. ഞാനും എടുക്കാറുണ്ട്. കിടിലൻ സ്റ്റുഡിയോ സെറ്റപ്പ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ ചേട്ടനാണ് എടുക്കാൻ പോണം. അയ്യോ കാണിച്ച് പുള്ളിയാണ് കേട്ടോ എടുക്കാൻ പോണം. അങ്ങനെ നമ്മൾ ഓണറിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഫുഡ് അടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എനിക്ക് ഇവിടെ കിടിലൻ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. എന്തായാലും സൂപ്പർ ഇവൻ്റ് ആയിരുന്നു. വളരെ ഇവിടുന്ന് ഒരു ബർഗർ തിന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത്ര തന്നോളൂ, ഇത്ര ലോകത്തിലെ ഏറ്റവും ചെറിയ ബർഗർ, പക്ഷേ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. എന്താണെങ്കിലും പറയും പോലെ ഞാൻ എടുത്ത ഫോട്ടോയിൽ എന്തോ ഒരു സാധനം എനിക്ക് കിട്ടി കേട്ടോ. എനിക്ക് എന്തോ ഒരു സ്റ്റിക്കർ പോലെ ഇളക്കണോ എനിക്ക് എന്തായാലും. അതുകൊണ്ട് എനിക്ക് അകത്ത് അവർ പാക്ക് ചെയ്തേക്കാണ്. പാക്ക് ചെയ്തേക്കുക, സൂപ്പർ പ്രിൻ്റ് ഔട്ട് ചെയ്തത്, വെരി നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ കാണുന്നതാണ് നമ്മുടെ ഓണർ 200 Pro.
ആൻഡ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോലെ അതിൻ്റെ അകത്ത് NPU ഉണ്ട്, ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആൻഡ് 12 GB RAM ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടും വരുന്നത്. ദാറ്റ് ഇസ് ആക്ച്വലി റിയലി ഗുഡ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8 GB RAM അല്ല 6 GB RAM വേണം കേട്ടോ ഒരു AI പരിപാടികളൊക്കെ നടത്താനായിട്ട്. സോ 12 GB RAM വരുന്നുണ്ട്. ആൻഡ് വി ഹാവ് ഡ്യുവൽ സെൽഫി ക്യാമറ. പിന്നെ നമുക്ക് നമ്മുടെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് 50 മെഗാ പോർട്രേറ്റ് മെയിൻ ക്യാമറ വിച്ച് ഇസ് 1:1.3 ഇഞ്ചസ് ആണ് വരുന്നത്. ആൻഡ് സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ലിത്തിയം അയോൺ അല്ല. 5200 സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ട്സിൻ്റെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ മറ്റേ പരിപാടികൾ. പിന്നെ അതിന് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ആ പോർട്രേറ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ കണ്ട ഒരു സാധനം എന്തിനായിരുന്നു ഹസ്കോട്ട്സ് എന്തോ ഒരു പാരീസിലെ ഫ്രഞ്ച് കമ്പനിയാണ്. ഇത് നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ലുക്ക് വരും. വൈബ്രൻറ്റ്, കളർ ആൻഡ് ക്ലാസിക് വിച്ച് ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 3 ഫോട്ടോസ് ഈ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് നല്ല ജിൽ എന്നിരിക്കും. അതാണ് സംഭവം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 200 Pro. ഇതിൻ്റെ ഒരു ലൈറ്റർ വെർഷൻ ഉണ്ട്. വെയിറ്റ്, ഇതാണ് ആ 200 Proൻ്റെ അനിയെ. വെറും 200ൽ ഡ്യുവൽ സെൽഫി വരില്ല. അതേപോലെ നമുക്ക് മറ്റേ സാധനമൊക്കെ വരുന്നുണ്ട്. മറ്റേ ഈ പറയുന്ന കൊളാബറേഷൻ ഉണ്ടല്ലോ, പോർട്രേറ്റ് മോഡിൽ ആ കൊളാബറേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ 7th Gen 3 ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി അവർ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് നല്ല രസമുണ്ട്. ഒരുമാതിരി സാൻഡ് ഡ്യൂൺസിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ വെച്ചിട്ട് അടിപൊളി ഡിസൈനാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റതുപോലെയല്ല ഇത് ഈവൻ ദോ ഹുവാവിയുടെ സിസ്റ്റർ ബ്രദർ ഒക്കെയാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഗൂഗിളിൻ്റെ സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. സോ ദാറ്റ് ഇസ് ദ തിങ്. ഇവിടെയും നിങ്ങൾക്ക് സ്പെക്ക് നോക്കുന്നവർക്ക് തന്നെ ഇത് നോക്കാം. ഇതൊക്കെയാണ് സ്പെക്ക്. ഇത് രണ്ടുമാണ് ഇന്ന് ഇറങ്ങിയ F1. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പോർഷെ ഡിസൈൻ എന്ന് കേട്ടിട്ടില്ലേ ഉള്ളൂ. അതാണ് ഈ കാണുന്ന മിന്നിത്തിളങ്ങുന്ന മനോഹരമായ ഈ ഫോണാണ് പോർഷെ ഡിസൈൻ. അതായത് നമ്മുടെ മാജിക് 6 Pro ഇല്ലേ, അതിൻ്റെ RSR എന്നാണ് ഇതിനെ പറയുന്നത് ഈ എഡീഷൻ. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ബോഡിയും പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഐപാഡ് ഇരിക്കുന്ന സെയിം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ടാൻഡം OLED, അതായത് 2 OLED പാനലാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ. ഒപ്പം നല്ല ബ്ലാക്കൊക്കെ നല്ല ബട എന്ന് പറഞ്ഞ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ സ്ക്രീൻ ബേണിൻ എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ, അതും ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് റിസോൾവ് ചെയ്യണം. ഐ തിങ്ക് ദിസ് വിൽ ബി ദ നെക്സ്റ്റ് ടെക്നോളജി, അതായത് നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ ഡിസ്പ്ലേ ടെക്നോളജി. ഈ പറയുന്ന ടാൻഡം OLED എന്ന് പറയുന്നത്. ആൻഡ് പോസ്റ്റ് ഡിസൈൻ ലുക്ക് സോ കൂൾ. എന്ത് രസോടോ, പറിച്ചെടുത്തോണ്ട് ഓടിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഉള്ള പറയല്ലേ, എന്താ OLED ഡ്യുവൽ ലെയർ OLED ടാൻഡം ഡിസ്പ്ലേ. ആൻഡ് ഈ ഇവരെ ഫോണിൻ്റെ ഒക്കെ പ്രത്യേകത തറ വീണാലും പൊട്ടൂലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ ഇരിക്കുന്നത് മാജിക്. അവിടെ ഇത് മറ്റേ സാധനം മാജിക് V2ൻ്റെ പോർഷെ ഡിസൈൻ. അതായത് മറ്റേ തുറക്കണ ഫോണിൻ്റെ പോർഷെ ഡിസൈനാണ് ഈ കാണുന്നത്. ഓളിയോ എന്തൊരു ഫോണടോ അത്, എന്ത് സ്ലിമ്മടോ ഇത്. എൻ്റെ മരണമാസ സ്ലിം തന്നെ കേട്ടോ. അടുത്ത ഫോൺ ഇതിന് സ്ലിം ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. 5000 mAh സിലിക്കൺ കാർബൺ ബാറ്ററി, പോർഷെ ഡിസൈനേഴ്സ്, പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് കേട്ടോ അതൊന്ന്. പക്ഷേ ഒരു ക്രീസൊന്നും ഇല്ലടേ. എന്തൊരു ഫോണടേ ഇത്. മരണമാസം കേട്ടോ, കൊള്ളാം, അടിപൊളി ഡിസൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കി ഒരു കാറിൻ്റെ വിൻഷീൽഡ് എന്തിനാണ്, മറ്റേ കാറിൻ്റെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, മറ്റേ ഇതും ഡോറിൻ്റെ മറ്റേ വിൻഡോയും മറ്റേ അതിന്ന് പോണ വരെയുമാണ് ഇവർ റെപ്രസെൻറ്റേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയണത്. എന്താണ്, ഒട്ടും വെയിറ്റും ഇല്ല, സ്ലിം ആൻഡ് സ്ലീക്കായിട്ടുള്ള ഒരു ഫോൺ കേട്ടോ, അടിപൊളി. സ്ഥലം നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ, മറ്റേ സാധനം വെച്ചിട്ട് ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല ജില്ലായിട്ടുണ്ട്, നൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 2. ഇത് സാധാ, അത് മറ്റേ പോസ്റ്റ് ഡിസൈൻ ആണെങ്കിൽ ഇത് സാധാ സാധനം. പക്ഷെ ഒരു മരണ സ്ലിം എന്നൊക്കെ പറഞ്ഞാൽ ക്രീസും ഇല്ല, കൈ പിടിക്കാൻ എഴുന്നേരി ലിറ്ററലി ഗ്ലാസ് പിടിച്ചേക്കുന്ന പോലത്തെ ഫീലിംഗ് ഇടയിൽ. സൂപ്പർ കേട്ടോ, സൂപ്പർ ഫോൺ ഗൈസ്. ഇത് ഓണറിൻ്റെ പുതിയൊരു വാക്കി ടോക്കിയാണ്. അയ്യോ അല്ലടേ, ഇത് പഴയ വാക്കി ടോക്കി. ഇത് വേറെ ആരെയോ വാക്കി ടോക്കിയുടെ മോട്ടോറോളയുടെ തന്നെ എന്ന് പറയുന്നത്. മോട്ടോറോള വാക്കി ടോക്കി ഇവിടെ ആരും വെച്ചിട്ട് പോയത്. പിന്നെ ഓണർ 2 ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ സകലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇയർബഡ്സ് അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സായിട്ടും എന്തൊരു പുഞ്ചിരി. നമ്മുടെ ഓണറിൻ്റെ സെയിൽസിൽ മെയിൻ തലവനാണ് നിൽക്കുന്നത്. കാണാൻ പാവത്തിനെ പോലെ എന്നാലും ക്രൂരനാണ്. എല്ലാവരെയും വിറപ്പിച്ച് നിർത്തുന്ന ആളാണ്. പേരെന്താ? അജ്മൽ ബ്രോ. കാസർഗോഡ് നിന്നാണ്. നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്.
കുറേ നാളായില്ലേ ദുബായ് വന്ന്? സുഖമായിരിക്കുന്നു. ഇവിടെ കയറിയിട്ട് 8 മാസമായി. സുഖമായിരിക്കുന്നു. ഓക്കെ, അപ്പം ടാറ്റ. ഗൈസ്, തടി കുറയ്ക്കാനുള്ള മെഷീൻ കൈ കിട്ടിയിരിക്കുകയാണ്. ഈ വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തടി കുറയുന്നതാണ് പറയുന്നത്. കണ്ടില്ലേ? ബേൺ ഫാസ്റ്റ് ബേൺ ഫാറ്റ് ഫാസ്റ്റ്. കൈ കെട്ടുക, തടി കുറയ്ക്കുക, കിട്ടുക, കുറയ്ക്കുക. 14 ദിവസത്തെ ബാറ്ററി ലൈഫ്. അത് നമ്മൾ 13 ദിവസം ആകുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്യണം. ഒരു ദിവസം പോലും വെറുതെ വിടരുത്. തടി എത്ര കുറയ്ക്കണോ അത്ര നാളും കിട്ടുക. എന്താണെന്ന് തോന്നുക, തടി കരിക്കണ വാച്ചാണ്. ആ മിന്നിത്തിളങ്ങുന്ന സാധനമാണ് മ്യൂസിയം ഓഫ് നാച്ചുറൽ. ഇതൊരു എന്തോ ഒരു മ്യൂസിയമാണ് അവിടെ. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അത് തന്നെ ആ ഫ്യൂച്ചർ മ്യൂസിയം. എന്തോ സാധനം എന്തായാലും നല്ല രസമാണ്. ഇതിങ്ങനെ രാത്രി മിന്നിത്തിളങ്ങി കിടക്കണം. അങ്ങനെ നമ്മൾ ഓണറിൻ്റെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. എന്തായാലും നല്ല ഫോൺ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മളെ നാട്ടിൽ ഈ സാധനം ഇറങ്ങും, പക്ഷെ നല്ല മുടിഞ്ഞ വിലയായിരിക്കും. ഉറപ്പ്. അപ്പോൾ എന്താണെങ്കിലും വിട പറയുകയാണ് ഗൈസ്. ടാറ്റാ, ബൈ ബൈ.